ഇന്ത്യൻ നിരത്തുകളിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ ഇനി മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയേക്കാൾ ഉപരിയായി നമ്മുടെ കർഷകന്റെ വിയർപ്പിൽ നിന്നും വിളഞ്ഞ ഇന്ധനത്താൽ ചലിക്കുന്ന ഒരു കാലം വിദൂരമല്ല. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അടുത്തിടെ നടത്തിയ പ്രഖ്യാപനങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിനേക്കാൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെയും ഊർജ്ജ സുരക്ഷയെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിപ്ലവത്തിന്റെ വിളംബരമാണ്. 100% എഥനോൾ മിശ്രിതം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ധന ഇറക്കുമതിക്ക് അന്ത്യം കുറിക്കുമെന്നും ഇന്ത്യ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നുമുള്ള ഗഡ്കരിയുടെ വാക്കുകൾ ഒരു പുതിയ ഭാരതത്തിന്റെ രൂപരേഖയാണ് വരച്ചു കാട്ടുന്നത്. ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഇന്ധനക്ഷാമത്തിന്റെയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ഇന്ധനത്തിനായി മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കാത്ത ഇന്ത്യ എന്ന സ്വപ്നം വരും ദശകങ്ങളിലെ ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറ്റമായി മാറും. ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക വെല്ലുവിളികളിലൊന്നാണ് ഭീമമായ ഇന്ധന ഇറക്കുമതി ബില്ല്. രാജ്യത്തിന് ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ 80%-ലധികവും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇതിനായി വർഷം തോറും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യൻ ഖജനാവിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിനെയും രാജ്യത്തിൻ്റെ ധനകമ്മിയെയും നേരിട്ട് ബാധിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം പോലെയുള്ള ആഗോള പ്രതിസന്ധികൾ എണ്ണ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഊർജ്ജ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്വദേശീയമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എഥനോൾ എന്ന ഹരിത ഇന്ധനത്തിലേക്ക് മാറാനുള്ള നീക്കം പ്രസക്തമാകുന്നത്. ഇറക്കുമതിക്കായി ചെലവാക്കുന്ന ഈ പണം രാജ്യത്തെ കർഷകരിലേക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലേക്കും എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ GDP-യിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കും. ഇനി എന്താണ് എഥനോൾ എന്ന് നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. എഥനോൾ എന്നത് ഒരു ജൈവ ഇന്ധനമാണ്. കരിമ്പ്, ചോളം, കേടായ ധാന്യങ്ങൾ, കാർഷിക അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് ആറ്റിക്കുറുക്കിയെടുക്കുന്ന ഒരുതരം ആൽക്കഹോളാണിത്. സാധാരണ പെട്രോളിനേക്കാൾ ശുദ്ധമായ രീതിയിൽ ഇത് കത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിനെ പരിസ്ഥിതി സൗഹൃദ ഇന്ധനമായി കണക്കാക്കുന്നു. നിലവിൽ പെട്രോളിൽ നിശ്ചിത ശതമാനം എഥനോൾ കലർത്തിയാണ് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്ന് മാറി 100% എഥനോൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകളിലേക്ക് മാറാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനെ 1G, 2G എന്നിങ്ങനെ 2 തലങ്ങളിലായി തിരിക്കാം. കരിമ്പും ഭക്ഷ്യധാന്യങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് ആദ്യഘട്ടമാണെങ്കിൽ കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈക്കോലിൽ നിന്നും നിർമ്മിക്കുന്നതാണ് രണ്ടാം ഘട്ടം. ഇത് പാഴായി പോകുന്ന കാർഷിക വസ്തുക്കൾക്ക് വിപണി കണ്ടെത്താനും സഹായിക്കുന്നു. ഇന്ത്യയിലെ കർഷകരെ വെറും ഭക്ഷണദാതാക്കൾ എന്ന നിലയിൽ നിന്ന് ഊർജ്ജദാതാക്കൾ എന്ന നിലയിലേക്ക് ഉയർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ. കരിമ്പ് കൃഷി ചെയ്യുന്ന കർഷകർ പലപ്പോഴും പഞ്ചസാര മില്ലുകളിൽ നിന്നുള്ള കുടിശ്ശിക ലഭിക്കാതെ വലയാറുണ്ട്. എന്നാൽ എഥനോൾ ഉൽപ്പാദനം വർദ്ധിക്കുന്നതോടെ പഞ്ചസാര മില്ലുകൾ ഊർജ്ജ ഉൽപ്പാദന കേന്ദ്രങ്ങളായി മാറും. ഇത് കർഷകർക്ക് കൃത്യസമയത്ത് പ്രതിഫലം ലഭിക്കാനും അവരുടെ വരുമാനം ഇരട്ടിയാക്കാനും സഹായിക്കും. കരിമ്പിന് പുറമെ ചോളം, മുളക്, കേടായ അരി എന്നിവയിൽ നിന്ന് എഥനോൾ നിർമ്മിക്കാനുള്ള അനുമതി നൽകിയതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിൽ പുതിയ എഥനോൾ പ്ലാന്റുകൾ വരുന്നതോടെ പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം കുറയുകയും ചെയ്യും. 100% എഥനോൾ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എഞ്ചിനുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇതിനെയാണ് ഫ്ലെക്സ് ഫ്യൂവൽ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. സാധാരണ എഞ്ചിനുകളിൽ എഥനോളിൻ്റെ അളവ് കൂടുമ്പോൾ അത് ലോഹഭാഗങ്ങളിൽ തുരുമ്പുണ്ടാക്കാനും മറ്റും സാധ്യതയുണ്ട്. എന്നാൽ ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകളിൽ പ്രത്യേക സെൻസറുകളും മെറ്റീരിയലുകളും ഉപയോഗിക്കുന്നതിലൂടെ ഏത് അനുപാതത്തിലുള്ള ഇന്ധനവും ഉപയോഗിക്കാൻ സാധിക്കും. ടയോട്ട, മാരുതി സുസുക്കി തുടങ്ങിയ വമ്പൻ കമ്പനികൾ ഇതിനകം തന്നെ തങ്ങളുടെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ പ്രോട്ടോടൈപ്പുകൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. എഥനോളിന് പെട്രോളിനേക്കാൾ വില കുറവായതുകൊണ്ട് തന്നെ വാഹന ഉടമകൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഇത് നൽകും. ഉദാഹരണത്തിന് പെട്രോളിന് 100 രൂപയുള്ളപ്പോൾ എഥനോളിന് 60-70 രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ. മൈലേജിൽ നേരിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും മൊത്തത്തിലുള്ള ലാഭം ഉപഭോക്താവിന് ഗുണകരമാകും. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വായു മലിനീകരണം. വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവയുടെ പുറന്തള്ളൽ കുറയ്ക്കാൻ എഥനോൾ മിശ്രിതം സഹായിക്കുന്നു. ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുന്നത് വഴി ആഗോള താപനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് ഇത് വലിയ കരുത്തു പകരും. 2070ഓടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യം കൈവരിക്കാൻ പെട്രോളിയം ഇന്ധനങ്ങളെ ഉപേക്ഷിച്ച് എഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ, വൈദ്യുത വാഹനങ്ങൾ എന്നിവയിലേക്ക് മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എഥനോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക പെട്രോളിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വിഷാംശങ്ങൾ പുറത്തു വിടുന്നുള്ളൂ എന്നത് നമ്മുടെ നഗരങ്ങളിലെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഈ പാത അത്ര സുഗമമല്ല എന്നതാണ് സത്യം. ഭക്ഷണ സുരക്ഷയും ഇന്ധന സുരക്ഷയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ പാലിക്കുക എന്നതാണ് ഇതിലെ പ്രധാന വെല്ലുവിളി.
വലിയ അളവിൽ എഥനോൾ നിർമ്മിക്കാൻ ധാന്യങ്ങൾ ഉപയോഗിക്കുന്നത് ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുമോ എന്ന ആശങ്ക പരിസ്ഥിതി പ്രവർത്തകരും സാമ്പത്തിക വിദഗ്ധരും പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ കരിമ്പ് കൃഷിക്ക് വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ഇതെങ്ങനെ നടപ്പിലാക്കും എന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിമാറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനുള്ള പരിഹാരമായി രണ്ടാം തലമുറ എഥനോൾ ഉൽപ്പാദനം, അതായത് കാർഷിക അവശിഷ്ടങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ രാജ്യവ്യാപകമായി എഥനോൾ വിതരണം ചെയ്യാൻ പമ്പുകളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നിലവിലുള്ള വാഹനങ്ങളെ എങ്ങനെ എഥനോൾ വാഹനങ്ങളാക്കി മാറ്റാം എന്നതും വലിയൊരു ചോദ്യചിഹ്നമാണ്. എഥനോൾ ഉപയോഗത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ബ്രസീൽ. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവർ ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതികവിദ്യ നടപ്പിലാക്കുകയും വലിയ വിജയകരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഇന്ന് ബ്രസീലിന്റെ ഈ പാതയാണ് പിന്തുടരുന്നത്. 2026 ആയപ്പോഴേക്കും പെട്രോളിൽ 20% എഥനോൾ ചേർക്കുക എന്ന ലക്ഷ്യം ഇന്ത്യ ഏതാണ്ട് കൈവരിച്ചു കഴിഞ്ഞു. വരും വർഷങ്ങളിൽ ഇത് 100% എത്തിക്കാനാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ നീക്കം. ഇത് കേവലം വാഹനങ്ങളിലെ മാറ്റം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ഊർജ്ജ നയതന്ത്രത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റമാണ്. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിക്കുകയും വിദേശ നയങ്ങളിൽ കൂടുതൽ കരുത്ത് ലഭിക്കുകയും ചെയ്യും. ഇന്ധന സ്വയം പര്യാപ്തത എന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം കൊണ്ട് ചലിക്കുന്ന ഒരു ഇന്ത്യ എന്നത് ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. നിതിൻ ഗഡ്കരി മുന്നോട്ട് വെച്ച ഈ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ വിദേശ നാണ്യ ശേഖരം സുരക്ഷിതമാകുമെന്ന് മാത്രമല്ല, കാർഷിക മേഖലയിൽ ഒരു പുതിയ വരുമാന സ്രോതസ് തുറക്കപ്പെടുകയും ചെയ്യും. വെല്ലുവിളികൾ ഉണ്ടെങ്കിലും കൃത്യമായ ആസൂത്രണത്തോടെയും സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയും മുന്നോട്ട് പോയാൽ ഇറക്കുമതി മുക്തമായ ഊർജ്ജ മേഖല എന്ന ലക്ഷ്യം ഇന്ത്യക്ക് അസാധ്യമല്ല. ഇത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് കുറച്ചുകൂടി ശുദ്ധമായ വായുവും സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥയും സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. മാറ്റത്തിന്റെ ചക്രങ്ങൾ ഉരുണ്ടു തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് കാത്തിരിക്കാം എഥനോളിന്റെ കരുത്തിൽ കുതിക്കുന്ന നവഭാരതത്തിനായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.